ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിസ് വിസ്. ഇപ്പോൾ നമ്മൾ പഞ്ചാബ് ഡേയ്സിൻ്റെ ഒരു ഫുൾ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാർട്ട് 1ഉം 2ഉം നമ്മുടെ ഷോർട്സിലിട്ടിട്ടുണ്ട്. ഇത് ഹുസൈൻവാല പാകിസ്ഥാൻ ബോർഡറായിരുന്നു. ഇവിടെ വെച്ചിട്ടായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത്. ഇത് അതിൻ്റെ ഒരു ബിൽഡിങ് കൂട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അതെന്താ ഈ ഹോൾസൊക്കെ കണ്ട് ഇതിൽ പണ്ട് വെടിയുണ്ടയൊക്കെ വന്ന് തറച്ചിരുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ ഇത് ഹുസൈൻവാല ബോർഡറിൽ നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യയുടെ പരേഡ് നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു പരേഡ് കാണാൻ. പിന്നെ നമ്മുടെ യാത്ര ഗോൾഡൻ ടെമ്പിളിലേക്കായിരുന്നു. നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് പോവുക. 10 മണി ടൈമിലെടുത്ത വീഡിയോ ആണത്. പിന്നെ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ എൻട്രൻസ് ആയിരുന്നു. ഞങ്ങൾ അടുത്തെത്തിയപ്പോഴാണ് ആ ഒരു ആർച്ച് കണ്ടത്. ആ ആർച്ച് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ കാറിലിരുന്ന് ബാക്ക് വിൻഡോയിൽ കൂടെ എടുത്ത വീഡിയോ ആണ്. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് ഗോൾഡൻ ടെമ്പിളും ഏകദേശം 5 മണിക്കൂർ 6 മണിക്കൂർ ക്യൂ നിന്നാണ് കയറിയത്. നമ്മൾ അമ്പലത്തിൽ കയറുമ്പോൾ ആരാണേലും ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും തലയിലെ മുടി മറച്ചിട്ട് വേണമായിരുന്നു ഗോൾഡൻ ടെമ്പിളിൽ കയറാൻ. നമ്മൾ ഷോളൊക്കെ ഇട്ട് മറച്ചു. പിന്നെ നമ്മൾ വാഗാ ബോർഡറിൽ പോയി. വാഗാ ബോർഡർ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കൊച്ചച്ഛൻ്റെ മകളുടെ ബർത്ത്ഡേ അവിടെ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഇത് കൊച്ചച്ഛൻ യൂണിഫോമിലൊക്കെ ഇരിക്കുന്നു. കുഞ്ഞമ്മ കൊച്ചച്ഛൻ്റെ ഇളയ മോള്. പിന്നെ അന്നുമായിട്ട് ഞങ്ങൾക്ക് ടീ പാർട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ചെറുതായിട്ട് അവിടെ വെച്ച് ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു. ഐസ്ക്രീം കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടുത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ ഒരു ഈവനിങ് വാക്കൊക്കെ പോയി. നല്ല രസം അവിടെ വൈകിട്ട് നടക്കാനൊക്കെ പോകാനായിട്ട്. ഇത് കൊച്ചച്ഛനും കുഞ്ഞമ്മ സ്പീഡിൽ നടക്കുന്നു, ഞങ്ങൾ പതിയെ പുറകിന് വീഡിയോ എടുത്ത് നടക്കുന്നു. പിന്നെ നമ്മുടെ യാത്ര ഫത്തേപൂർ സിക്രിലോട്ടായിരുന്നു. ഡൽഹിയിലാണ്. ഏകദേശം നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നത്. ഇത് ദിവാനി ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഗാർഡനാണ്. പിന്നെ നമുക്ക് ഫത്തേപൂർ സിക്രി അക്ബറിൻ്റെ ആയിരുന്നു. അവിടെ എന്ന് വെച്ചാൽ 3 വൈഫുണ്ട്, ഹിന്ദു, ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം. ഹിന്ദു വൈഫിനാണ് നമ്മുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഹിന്ദു വൈഫിനെ മാരേജ് ചെയ്തപ്പോഴാണ് അയാൾക്കൊരു കുട്ടിയെ കിട്ടിയത്. ബാക്കി 2 വൈഫിനെ മാരേജ് ചെയ്തിട്ടോ അയാൾക്ക് കുട്ടിയെ കിട്ടിയില്ല. അപ്പോൾ 3ാമത് ഹിന്ദു വൈഫിനെ മാരി ചെയ്തു, ഒരു കുട്ടിയെ കിട്ടി. അത് കാരണം ഹിന്ദു വൈഫിന് വലിയൊരു കൊട്ടാരം പണിത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രസമുള്ളൊരു വ്യൂ ആയിരുന്നത്. ഇത് ഫത്തേപൂർ സിക്രിൻ്റെ വില്ലേജാണ്. ഫുൾ വില്ലേജ് നമുക്കൊരു ആർച്ചിൻ്റെ അവിടെ നിന്നാൽ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഇതൊരു കാറാണ്. ഇതിൻ്റെ ബാക്കി സീറ്റെല്ലാം ഫ്രണ്ടിലോട്ട് ഒരെണ്ണം മാത്രം ബാക്കിലോട്ട് വ്യൂ കിട്ടുന്ന രീതിയിലുള്ള. ഞാൻ ബാക്ക് സീറ്റിൽ കയറി. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇത് ഫത്തേപൂർ സിക്രിൻ്റെ ആയിട്ടുള്ള ഗാർഡനായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിട്ടുള്ള താജ്മഹൽ ഉണ്ട്. ഏകദേശം 8 വർഷമായിട്ട് ആഗ്രഹിക്കുന്നതാണ് താജ്മഹൽ കാണാൻ. അത് ഏറ്റവും വലിയൊരു ലക്കായിട്ട് തോന്നി താജ്മഹൽ കാണാൻ പറ്റി. എന്തോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു താജ്മഹൽ കാണാൻ പോകാനായിട്ട്. പിന്നെ നമ്മുടെ ഡൽഹി റെഡ് ഫോർട്ടാണ്. ഡൽഹി റെഡ് ഫോർട്ടിൻ്റെ അകത്തെ വ്യൂ ആണിത്. ഇതാണ് മെയിനായിട്ട് റെഡ് ഫോർട്ട്. മറ്റൊരു എൻട്രൻസ് കൂട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ അകത്ത് ആ ഡൽഹി റെഡ് ഫോർട്ടിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് നമ്മുടെ താജ്മഹൽ കാണാൻ പറ്റും, അത് ലോങ് ആയിട്ട്. പിന്നെ ഞങ്ങളുടെ വന്ദേ ഭാരതിൽ കയറി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് റിട്ടേൺ അടിച്ചു. ടാറ്റാ.